നമസ്കാരം. ഭാര്യ ഒളിച്ചോടി, യുവാവ് ജീവനൊടുക്കി, പിന്നാലെ ബന്ധുവും ആത്മഹത്യ ചെയ്തു. കർണാടകയിലെ ദാവൻഗരെ ജില്ലയിൽ നടന്ന ഒരു കുടുംബ ദുരന്തം സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടിയതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തു. ഈ മരണവാർത്ത അറിഞ്ഞ് വിവാഹത്തിന് മധ്യസ്ഥത വഹിച്ച ബന്ധുവും ജീവനൊടുക്കുകയായിരുന്നു. ഗുമനൂരു സ്വദേശിയായ ഹരീഷാണ് ആദ്യം മരിച്ചത്. ഭാര്യ സരസ്വതി ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. എന്നാൽ പിന്നീട് ഭാര്യ മുൻ കാമുകനായ കുമാറിനൊപ്പം നാട് വിട്ടതായി വ്യക്തമായി. ഭാര്യയുടെ ഒളിച്ചോട്ടം ഹരീഷിനെ മാനസികമായി തകർത്തു. തന്റെ മരണത്തിന് ഉത്തരവാദികളായവരുടെ പേരുകൾ എഴുതി വെച്ച ശേഷം ഹരീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഹരീഷിന്റെ മരണവിവരം പുറത്തു വന്നതോടെ ഈ വിവാഹം നടത്തിക്കൊടുത്ത ഭാര്യയുടെ സഹോദരി ഭർത്താവായ രുദ്രേഷ് കടുത്ത വിഷമത്തിലുമായി. സ്വന്തം മുൻകൈയിൽ നടത്തിയ വിവാഹം ഇങ്ങനെ അവസാനിച്ചതും ഹരീഷിന്റെ മരണവും സഹിക്കാനാവാതെ രുദ്രേഷും ജീവനൊടുക്കുകയായിരുന്നു. സംഭവത്തിൽ മറ്റൊരു ഗൗരവമായ കാര്യം കൂടി പോലീസ് കണ്ടെത്തി. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹരീഷും കുടുംബവും തന്നെ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ഭാര്യയും കാമുകൻ കുമാറും വിവാഹത്തിന് മുമ്പേ തന്നെ ബന്ധമുണ്ടായിരുന്നുവെന്നും വിവാഹശേഷവും ഇരുവരും ഹരീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും വ്യക്തമായി. ഹരീഷിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഭാര്യയും കാമുകൻ കുമാറും കൂടാതെ ബന്ധുക്കളായ ഗണേശ്, അഞ്ജനമ്മ എന്നിവരാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളായതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദാവൻഗരെ റൂറൽ പോലീസ് സരസ്വതിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കാമുകനായ കുമാറിനെയും മറ്റു പ്രതികളെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.